ശശി തരൂരിന്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരുന്നു. രാഷ്ട്രീയ ഭേദമില്ലല്ലോ രാഷ്ട്രം നേരിടുന്ന പ്രതിസന്ധിക്ക്. അത് എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തിയിട്ടുള്ള ഔചിത്യവുമാണ്. ഇപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ട പിഴവുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാറുണ്ട്, വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷേ രാജ്യരക്ഷയുടെ കാര്യത്തിൽ എപ്പോഴും ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. തരൂരിന്റെ ഒരു ട്വീറ്റ് കൂടി വരികയാണ്. സോ പ്രൗഡ് ഓഫ് മൈ കൺട്രി ടുഡേ, ജയ് ഹിന്ദ്. ഇതായിരുന്നു ശശി തരൂരിന്റെ പോസ്റ്റ്. അങ്ങനെ വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നു. അതിനിടയിലാണ് നമ്മൾ തകർത്ത കേന്ദ്രങ്ങൾ, ഭീകര കേന്ദ്രങ്ങൾ നമുക്ക് എത്രത്തോളം വലുതായിരുന്നു, എത്രത്തോളം തലവേദനയായിരുന്നു ആ കേന്ദ്രങ്ങൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സൈനിക വൃത്തങ്ങൾ ആ ഭീകര കേന്ദ്രങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുകയാണ്. ഏത് തരത്തിലുള്ള ആക്രമണവും നേരിടാൻ നമ്മൾ സജ്ജരാണ്. ബി ബാലഗോപാൽ നൽകുന്ന ഏറ്റവും പുതിയൊരു വിവരം കൂടിയുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട അതിർത്തിയിലെ സ്കൂളുകളും കോളേജുകളും അടച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ, പത്താൻകോട്ട്, ഫാസിൽക, ഗുരുദാസ്പൂർ എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചത്. ഏതൊരു പടയൊരുക്കത്തിനും തയ്യാറാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നതാണ് അത്. സുരക്ഷ ഏറ്റവും പ്രധാനമാണ്. സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചുകൊണ്ട് ഭീകര കേന്ദ്രങ്ങളെ തകർത്തെറിയാനുള്ള ഇന്ത്യയുടെ നീക്കം ഇതാ പുലർച്ചെ തുടക്കമിട്ടിരിക്കുന്നു. അതിൽ പരിഭ്രാന്തിയുണ്ട് പാകിസ്ഥാന്, അതിൽ പൊറുതിമുട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ. അങ്ങനെ പൊറുതിമുട്ടി ഓടുന്ന പാകിസ്ഥാനെ നമുക്ക് ദൃശ്യങ്ങളിലും കാണാം. ഏറ്റവും പ്രധാനം ഈ ആക്രമിക്കപ്പെട്ടതെല്ലാം ഭീകര കേന്ദ്രങ്ങളാണ് എന്നതാണ്. 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സമയം പുലർച്ചെ 1:44 നമ്മൾ ആക്രമിച്ചത്. നമ്മുടെ സംയുക്ത സൈനിക ഓപ്പറേഷന്റെ ഭാഗമായി ലക്ഷ്യമിട്ടത്, തകർത്തത്. ഈ ആക്രമണത്തിന്റെ സമയത്തെ ദൃശ്യവും അതിനുശേഷം അവിടെ നാമാവശേഷമാക്കപ്പെട്ട സ്ഥിതിയുടെ ദൃശ്യങ്ങളും ഭീകര കേന്ദ്രങ്ങളുടെ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് ലഭ്യമാണ്. അവിടുത്തെ സ്ഥിതി നമ്മുടെ ആക്രമണത്തിൽ എത്രത്തോളം പരിതാപകരമായി പോയി, ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും തിരിച്ചടിക്കാൻ പോലും കഴിയാതെ പരിതാപകരമായി പോയി. പാക് സൈന്യത്തിന്റെ സംരക്ഷണയിലുണ്ടായിരുന്ന ലഷ്കർ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ആക്രമിച്ചത്. പാക് അധീന കശ്മീരിൽ 5 ഭീകര കേന്ദ്രങ്ങളും പാകിസ്ഥാന്റെ മണ്ണിലെ 4 ഭീകര കേന്ദ്രങ്ങളും നമ്മൾ ആക്രമിച്ചു. 30 ഭീകരരെ വധിച്ചു. അതിൽ 17 പേരെങ്കിലും ലഷ്കർ ഇ തോബയുടെ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലാണ് ഉണ്ടായിരുന്നത് എന്നാണ്. ശരി, ബസന്തിലേക്ക്. ബസന്ത്, വളരെ കാലമായി ഈ അന്താരാഷ്ട്ര ഫണ്ടുകൾ ഉപയോഗിച്ച് ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവയെ വളർത്തുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നതും അത് തന്നെയാണ്. ആഭ്യന്തരമായ ഒരു വളർച്ചയുടെയും ഭാഗമായി യാതൊന്നും പാകിസ്ഥാൻ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. പല മേഖലകളും താറുമാറായി കിടക്കുമ്പോൾ, അരക്ഷിതാവസ്ഥയിലൂടെ രാജ്യം കടന്നു പോകുമ്പോഴും ഒരേ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഭീകരരെ വളർത്തിയെടുക്കുന്നതിൽ മാത്രമായിരുന്നു. അതിന് ഇന്ത്യ കൊടുത്തൊരു തിരിച്ചടിയാണത്. ഇതൊരു തുടക്കം മാത്രമായിരിക്കും എന്ന് നമുക്ക് കരുതാം. അല്ല, ഇതൊരു തുടക്കം മാത്രമാണെന്ന് സേന വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇനിയും തിരിച്ചടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതായത് പ്രത്യാക്രമണം ഇനിയും ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. നേരത്തെ നമ്മൾ 9 കേന്ദ്രങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. ഈ 9 കേന്ദ്രങ്ങളുമാണ് ഈ പ്രധാനമായും പാകിസ്ഥാനിലെ ഈ ഭീകര ഫാക്ടറികൾ എന്ന് പറയുന്നത്. ഭീകരരെ ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന ഫാക്ടറികളാണ് ഇവയെല്ലാം തന്നെ. ഇത് പിന്നീട് അതിർത്തിയിലോ അല്ലെങ്കിൽ നിയന്ത്രണ രേഖയിലോ വന്നിട്ട് അവിടുത്തെ ലോഞ്ച് പാഡുകളിൽ ഇവരെ താമസിപ്പിക്കുക, അതായത് ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഹൗസിൽ താമസിപ്പിച്ച് സമയത്ത് നോക്കിയതിന് ശേഷം നുഴഞ്ഞു കയറ്റി വിടുക എന്നുള്ളതാണ്. അതിന് കവർ ഫയർ കൊടുക്കുന്നത് പാകിസ്ഥാൻ്റെ സൈനികരാണ്. ബോർഡർ ആക്ഷൻ ടീം എന്ന് പറയുന്ന ബാറ്റ് എന്നറിയപ്പെടുന്ന സംഘമാണ് ഇതിനൊരു കവർ ഫയറിംഗ് കൊടുത്ത് ഇവരെ അതിർത്തിയിലേക്ക് കയറ്റിവിടുന്ന ഒരു സംവിധാനമുള്ളത്. ഇത് ഉണ്ടാക്കുന്ന കേന്ദ്രം, അല്ലെങ്കിൽ ഭീകര ഫാക്ടറികളെയാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ സുബാനല്ല മർക്കസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷണൽ ഹെഡ് ക്വാർട്ടേഴ്സാണ്. വിശാലമായ സ്ഥലത്ത് ഈ പറയുന്ന ഭീകരരെ താമസിപ്പിക്കുക, അവരെ ബ്രെയിൻ വാഷ് ചെയ്യുക, അവർക്ക് ജിഹാദിനെ കുറിച്ച് പഠിപ്പിക്കുക, എന്നിട്ട് അവരെ കയറ്റിവിടുക എന്നുള്ളതാണ്. ഈ നടപടിയാണ് ഇന്ത്യ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. അത് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഈ ഭീകര ഫാക്ടറികളാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദേശത്ത് നിന്ന് കിട്ടുന്ന പണമൊക്കെ പാകിസ്ഥാൻ ജനതയുടെ സൗകര്യത്തിന് വേണ്ടി അവർ ചിലവാക്കിയതായിട്ട് ആരും കേട്ടിട്ടില്ല. 100 രൂപ ഇന്ത്യയിൽ പെട്രോളിന് വിലയുണ്ടെങ്കിൽ അവിടെ 300 രൂപയാണ് POKയിലൊക്കെ പെട്രോളിന് വില. ഭക്ഷണ സാധനങ്ങളുടെ ദൗർലഭ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇത് അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു പഹൽഗാമിൽ നടത്തിയ ഒരു ഭീകരാക്രമണം, അതിൻ്റെ പ്രത്യാക്രമണം ഒക്കെ നേരിടാനായിട്ട് ഇപ്പോൾ പാകിസ്ഥാന് വിധിയുണ്ടായിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാജ പ്രചരണങ്ങൾ പലതും നടത്തുന്നുണ്ട്. നിയന്ത്രണ രേഖയിൽ 130 ഇന്ത്യൻ സൈനികരെ വധിച്ചു, ശക്തമായ ഷെല്ലിംഗ് നടക്കുന്നു. അതോടൊപ്പം തന്നെ
ഇന്ത്യയുടെ 3 വിമാനങ്ങൾ അടിച്ചിട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. ഇന്ത്യയുടെ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരുത്തേണ്ടത് അല്പസമയത്തിന് ശേഷം നടക്കാൻ പോകുന്ന പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഭാഗമായി നടത്തുന്ന MEAയുടെയും സേനയുടെയും വാർത്താ സമ്മേളനത്തിൽ മാത്രമേ ഇക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചെടുത്തിരിക്കുന്നു. ഭീകര കേന്ദ്രങ്ങൾ തന്നെ ആക്രമിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ അതിർത്തി കടക്കാതെയാണ്, ഇന്ത്യൻ മണ്ണിൽ നിന്നാണ് ഈ പാക് ഭീകരതയെ ഇന്ത്യ തുടച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇന്ത്യ തൊടുത്ത മിസൈലുകൾ അവരുടെ ഭീകര കേന്ദ്രങ്ങളെ ചാരമാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം.